തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ എന്ന സ്ഥലത്തുള്ള പ്രശസ്തമായ ആറ്റുകാൽ ദേവീക്ഷേത്രം ശ്രീഭദ്രകാളി ദേവിയെ പ്രധാന ദേവിയായി ആരാധിക്കുന്നൊരു പുരാതന ക്ഷേത്രമാണ്. ഭാരതത്തിലെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൊണ്ടാണ് ഈ ക്ഷേത്രം ലോകപ്രശസ്തമായത്. ആറ്റുകാൽ ദേവിയെ ഭദ്രകാളിയുടെ അവതാരമായി കരുതുന്നു. ഭദ്രകാളി ദേവി ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ പരമശിവൻ നൽകിയ ശക്തിയാണ്. അതേസമയം ഇവർ ഭക്തരോട് കരുണയും സ്നേഹവുമുള്ള മാതാവായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഉത്ഭവം മഹാഭാരതത്തിലെ കന്യകാഹിരണ്യവാസിനിയായ കന്യാകുമാരി ദേവിയുമായോ ശാക്തമതത്തിലെ ഭദ്രകാളി ദേവിയുമായോ ബന്ധപ്പെടുത്തി പറയുന്നു. പ്രചാരമുള്ള ഒരു വിശ്വാസപ്രകാരം ശ്രീരാമൻ ലങ്കയെ ജയിച്ച ശേഷം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ആറ്റുകാലിൽ വിശ്രമിക്കാനായി വന്ന ഭദ്രകാളി ദേവി ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ ശൈലി ദക്ഷിണ ഭാരതത്തിലെ പാരമ്പര്യ വാസ്തുവിദ്യ അനുസരിച്ചാണ്. പ്രധാന ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹം ശിലാമയമാണെങ്കിലും അതിനോട് ചേർന്നുള്ള കൊച്ചുതറയും ഉപദേവതാക്ഷേത്രങ്ങളും ആർക്കിടെക്ചറിന് ഭംഗിയേറിക്കുന്നു. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. മാർച്ച് മാസത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇത്. 10,000കണക്കിന് സ്ത്രീകൾ ക്ഷേത്രത്തിനകത്തും പുറത്തും വീഥികളിലും പൊങ്കാല അരപ്പൊടി, വെളിച്ചെണ്ണ, വെള്ളം എന്നിവ കൊണ്ട് ചിട്ടയായ പാചകം നടത്തുന്നു. 2009 ഗിന്നസ് ബുക്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്നതിൽ ഈ ഉത്സവം ഇടം നേടി. ഇത് വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, സ്ത്രീശക്തിയുടെ പ്രതീകവുമാണ്. ഭക്തിയിലും ഐക്യത്തിലും കനിഞ്ഞു കലർന്ന സ്ത്രീകളുടെ വലിയൊരു ആത്മീയ സംഗമമെന്നും ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം.